ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിന്ന് BJPയുടെ 10ഓളം പ്രതിനിധികൾ MP-മാർ രാജിവെച്ചിരിക്കുകയാണ്. ഏകദേശം 9 പേര് ലോകസഭയിൽ നിന്നും ഒരാൾ രാജ്യസഭയിൽ നിന്നും രാജി സമർപ്പിച്ചു. ഈ അവസരത്തിൽ വിവിധ തരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. എന്തിനാണ് ഇവർ രാജിവെച്ച് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു പ്രധാന ചോദ്യം പലരും ഉന്നയിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ നിയമപ്രകാരം, ഭരണഘടന പ്രകാരം ഒരു വ്യക്തിക്ക് നിയമസഭയിൽ, രാജ്യസഭയിലും അല്ലെങ്കിൽ ലോകസഭയിലും പാർലമെൻറ്റിലും ഒരേ സമയം അംഗമായി തുടരുവാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏതെങ്കിലും ഒരംഗത്വം ഉറപ്പായും രാജിവെച്ചേ മതിയാവും. അപ്പോൾ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ നിന്നുള്ള അംഗത്വം രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. BJP അധ്യക്ഷനായ നദ്ദയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ രാജിവെച്ച MP-മാരും തമ്മിലുള്ള, തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്, രഹസ്യയോഗത്തിന് ശേഷമാണ് അവർ ഈ തീരുമാനത്തിലേക്ക് പോയത്. ഏകദേശം 12ഓളം MP-മാരാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, മത്സരരംഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അവരിൽ 10ഓളം പേർ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. 2 പേരും അധികം വൈകാതെ രാജിവെക്കും എന്നുള്ള സൂചന തന്നെയാണ് തരുന്നത്. 2 സംശയങ്ങളാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, ഇവരെല്ലാം സംസ്ഥാനങ്ങളിലേക്ക് പലതായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ 3 സ്ഥലങ്ങളിലും BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പലതും, പ്രത്യേകിച്ച് മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും വിജയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ BJPക്ക് അപ്രതീക്ഷിതവും ആയിരുന്നു. പ്രത്യേകിച്ച് മധ്യപ്രദേശിലുണ്ടായ വലിയ വിജയം, ഛത്തീസ്ഗഡിലുണ്ടായ വലിയ വിജയം, ഈ 2 വിജയങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് പോലുമല്ല. മാത്രമല്ല, അവിടെയൊക്കെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളും ആരെയെങ്കിലും ഒരു ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടാതെയാണ് ഈ മത്സരം നടന്നത് എന്നോർക്കുമ്പോഴാണ് ഇവരുടെ ഈ രാജിയും സംസ്ഥാനത്തേക്കുള്ള വരവും വളരെ ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ നമ്മൾ ചൗഹാൻ്റെ പേരാണ് പറഞ്ഞ് കേട്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെങ്കിൽ രാജസ്ഥാനിൽ വസുന്ധര രാജയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. ഛത്തീസ്ഗഡിലാകട്ടെ രമൺ സിംഗിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇവരെ 3 മറിച്ച് എവിടേക്കൊക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ചെറിയ പുനഃസംഘടനയും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭയുമായിരിക്കും വരുന്നത് എന്നുള്ള സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട്, ഉദാഹരണത്തിന് അജിത് പവാറിൻ്റെ NCP ഉൾപ്പെടെയുള്ള പല പാർട്ടികളും BJPയിലേക്ക് ചേക്കേറുന്നതായി കാണാം. അപ്പോൾ ഈ പുനഃസംഘടനയിൽ തീർച്ചയായിട്ടും തെക്കൻ ഇന്ത്യയിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില പ്രതിനിധികൾക്ക് ഒരുപക്ഷേ പുനഃസംഘടനയിൽ അവസരം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മിനിമം അതുകൊണ്ടാണ് വളരെ ചെറിയൊരു കാലഘട്ടത്തേക്കെങ്കിലും ഈ പരിഷ്കാരത്തിന് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമതായി നമ്മൾ കരുതേണ്ടുന്നത്, BJPയിലെ അസ്വാരസ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് പയറ്റുന്നത്. ഇതൊക്കെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചുരുക്കത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയും അതുവഴി നേട്ടം കൊയ്യുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഇവർ കേന്ദ്രമന്ത്രിമാരായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ഭരണ മികവും അതുപോലെ തന്നെ അവർ ഇന്ന് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ചിട്ടയോടെ പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇവരോട് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഛത്തീസ്ഗഡിലായാലും അതുപോലെ തന്നെ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും അവിടെയൊക്കെ ഈ രാജിവെച്ച MP-മാർ ഈ 3 സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്രത്തിലുണ്ടായിരുന്ന 2 മന്ത്രിമാർ, പ്രത്യേകിച്ച് പ്രഹ്ലാദ് പട്ടേലും അതുപോലെ തന്നെ നരേന്ദ്ര തോമറും, 2 പേരും രാജിവെച്ചിട്ടുള്ളത് അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവരൊക്കെ തിരിച്ചു പോകുന്നത്, സംസ്ഥാന നിയമസഭകളിലേക്ക് തിരിച്ചു പോകുന്നത് മന്ത്രിമാരായോ ഉപമുഖ്യമന്ത്രിമാരായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയായോ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന
ഈ മാറ്റങ്ങൾ BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലെ 3 സ്ഥലങ്ങളിലും ഉണ്ടായ വിജയം ഏതെങ്കിലും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാതെ BJP ശക്തമായ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലോടുകൂടി, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും ചുക്കൻ പിടിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും അവർ ചൗഹാനെയോ അല്ലെങ്കിൽ വസുന്ധര രാജയോ രമൺ സിംഗിനെയോ ഒന്നും വലിയ തോതിൽ ഉയർത്തിക്കാട്ടാതെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒരു നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഇവിടെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ചെയ്തതെന്ന് വളരെ വ്യക്തമാകും. അപ്പോൾ അതൊക്കെ ഉന്നം വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന ഈ രാഷ്ട്രീയത്തിൽ ദേശീയ നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതുവഴി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു മാർജിൻ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് BJP ലക്ഷ്യമിടുന്നു. പുതുമുഖങ്ങളെ അണിനിരത്തുക വഴി, കൂടുതൽ അംഗങ്ങളെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളുക വഴി, ഭിന്നിച്ചു നിൽക്കുന്ന ഘടകകക്ഷികളെ പറ്റുമെങ്കിൽ സഹായിക്കുക വഴി, ഇങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ BJPക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. അധികം വൈകാതെ കേവലം 6-7 മാസം മാത്രം കഴിയുമ്പോഴേക്കും ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിലേക്ക് പോകാൻ സാധ്യതയുള്ള നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ BJPക്ക് വളരെ വലിയ ഗുണം ചെയ്യുമെന്നാണ് BJP ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഈ രാജിവെക്കപ്പെട്ടുള്ള MP-മാർ എല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകളിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. കാരണം രാജിവെച്ച പലരും വളരെ വലിയ പ്രതീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ഇപ്പോൾ ഉദാഹരണത്തിന് വസുന്ധര രാജയും കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ രാജസ്ഥാനിൽ നിലനിന്നുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു വസുന്ധര രാജയെ അവർ ഉയർത്തി കാട്ടിയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പോൾ ചൗഹാൻ വിജയിച്ച് കയറും, അല്ലെങ്കിൽ അവിടെ ജയിക്കും, മധ്യപ്രദേശിൽ വളരെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. എന്നാൽ BJP ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വിജയിക്കുകയും അപ്പോൾ അവിടേക്ക് പുതിയ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന്, അതായത് പഴകിയ മുഖങ്ങളല്ല, ഇനിയും ഒരു കോൺഫ്ലിക്റ്റ്, അതായത് കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കവും അല്ലെങ്കിൽ വിതർക്കങ്ങളോ കൊണ്ടുവന്ന് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് നഷ്ടമുണ്ടാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയോടുകൂടി സംസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട്, പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട്, കൂടുതൽ ഘടകകക്ഷികളെ ഭരണത്തിൽ അണിനിരത്തിക്കൊണ്ട്, കൂടുതൽ ആളുകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് BJP കൂടുതൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തി ആർജിക്കുവാനാണ് ഈ 10 MP-മാരെയും രാജിവെച്ച് സംസ്ഥാനങ്ങളിലേക്ക് വിടുന്നതിലൂടെ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.